ഷെർലക് ഹോംസും വാട്സണും വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോൾ തങ്ങളെ പ്രതീക്ഷിച്ച് ഒരാൾ നിൽക്കുന്നത് കണ്ടു. അവരെ കണ്ടതും അയാൾ വളരെ ഭവ്യതയോടെ കൈകൂപ്പി. ഇരിക്കൂ എന്ന് ഷെർലക് ഹോംസും വാട്സണും ഒരുപോലെ പറഞ്ഞു. അപ്പോൾ ഷെർലക് ഹോമിന്റെ കണ്ണുകൾ അയാളെ സാവധാനം വീക്ഷിക്കുകയായിരുന്നു. കുറച്ചു സമയത്തിന് ശേഷം ഷെർലക് ഹോം തന്നെ മുഖവരയിട്ടു. അങ്ങ് ഇന്ത്യക്കാരനാണെന്ന് തോന്നുന്നു. അതെ സാർ, ഞാൻ ഇന്ത്യക്കാരനാണ്. അങ്ങൊരു സോൾജർ കൂടിയല്ലേ? അതെ സാർ, ഞാനൊരു സോൾജറാണ്. അത് പറയുമ്പോൾ അയാളുടെ കണ്ണിൽ അത്ഭുതം നിഴലിച്ചിരുന്നു. വീണ്ടും ഷെർലക് ഹോം പല കാര്യങ്ങളും ഗസ് ചെയ്തു. അതെല്ലാം ശരിയായതുകൊണ്ട് ആ മനുഷ്യൻ അന്താളിച്ചു പോയി. ഒടുവിൽ അയാൾ ഷെർലക് ഹോമിനോട് ആരാഞ്ഞു, നമ്മൾ വേറെ എവിടെ വെച്ചെങ്കിലും കണ്ടിട്ടുണ്ടോ? അങ്ങക്ക് എന്നെ നന്നായി അറിയുമെന്ന് തോന്നുന്നു. ഷെർലക് ഹോമിന്റെ അസിസ്റ്റന്റ് ആയ വാട്സൺ ആണ് അതിന് മറുപടി പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ഈ ഗുണഗണങ്ങൾ കാരണമാണ് ഇന്ന് നിങ്ങൾ ഇവിടെ വന്നതും കുറെ പേർ വന്നും പോയും ഇരിക്കുന്നതും. ഷെർലക് ഹോംസ് തന്റെ ചെയർ അയാളുടെ അരികിലേക്ക് നീക്കിയിട്ട് പറഞ്ഞു, പറയൂ, എന്തിനാണ് ഇത്രയും ദൂരം താണ്ടി അങ്ങ് എന്നെ കാണാൻ വന്നത്? അതിന് മറുപടി ഒരു കരച്ചിലായിരുന്നു. സർ, എനിക്കൊരു മകനേ ഉള്ളൂ. അവനും എന്നെ പോലെ പട്ടാളക്കാരനാവുക എന്നതായിരുന്നു ആഗ്രഹം. ഞാൻ എതിർത്തൊന്നും പറഞ്ഞില്ല. ഏറെ താമസിയാതെ അവന്റെ ആഗ്രഹം നടന്നു. ഇന്നേക്ക് ഒരു വർഷത്തോളമായി അവൻ ജോലിയിൽ പ്രവേശിച്ചിട്ട്. പക്ഷേ കഴിഞ്ഞ ഒരു മാസമായി അവൻ മിസ്സിംഗ് ആണ്. യാതൊരു വിവരവുമില്ല. ചിലർ പറയുന്നു അവൻ ദാരുണമായി കൊല്ലപ്പെട്ടെന്ന്. പക്ഷേ എനിക്കിതെങ്ങനെ വിശ്വസിക്കാൻ കഴിയും? കൂടുതൽ പറയാൻ കഴിയാതെ അയാൾ കരയാൻ തുടങ്ങി. പിന്നീട് ഷെർലക് ഹോമും വാട്സണും അയാളെ ആശ്വസിപ്പിക്കുകയും തീർച്ചയായും ഈ കേസ് ഞങ്ങൾ തെളിയിക്കുമെന്ന് പറയുകയും ചെയ്തു. അവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ അയാൾക്ക് ഏറെ ആശ്വാസം തോന്നി. മനസ്സിൽ ഒരു നേരിയ തണുപ്പ്. പിന്നീട് ഷെർലക് ഹോമും വാട്സണും പുതിയ കേസിന്റെ പിറകിലായിരുന്നു. ആ പട്ടാളക്കാരന്റെ തിരോധാനം അവരുടെ ഉറക്കത്തെ കുറേശ്ശെ കെടുത്താൻ തുടങ്ങിയെന്ന് പറയാം. പക്ഷേ തെളിവുകൾ ഒന്നുമില്ലാത്ത ഈ കേസിൽ പോരാടേണ്ടത് ഗവൺമെന്റിന്റെ ഒരു വലിയ പ്രതിരോധ വകുപ്പിനോടാണെന്നതിൽ അക്ഷരാർത്ഥത്തിൽ അവരിൽ ഞെട്ടലുളവാക്കി. അവിടുന്ന് അങ്ങോട്ട് തിരക്ക് പിടിച്ച ദിനങ്ങളായിരുന്നു. ഓരോ ചുവടും ആ പിതാവിന്റെ വേദനയോടൊപ്പം അവർ ചേർന്നു നിന്നു. എത്ര ശക്തമായി മുന്നോട്ട് പോയിട്ടും തെളിവുകൾ അവശേഷിക്കാത്ത ആ കേസ് അവരെ സംബന്ധിച്ച് നിരാശാജനകമായിരുന്നു. 2 ആഴ്ചയ്ക്ക് ശേഷം മറ്റൊന്നും കൂടി സംഭവിച്ചു. ഷെർലക് ഹോമിനെ കാണാതായി. വാട്സൺ വല്ലാതെ ഭയന്നു. പലവട്ടം ഫോൺ ചെയ്തിട്ടും യാതൊരു വിവരവും കിട്ടിയില്ല. തന്റെ സുഹൃത്തിന്റെ തിരോധാനം വാട്സണിൽ വല്ലാത്ത അമ്പരപ്പുളവാക്കി. ആദ്യമായിരുന്നു ഇങ്ങനെ ഒരു അനുഭവം. അദ്ദേഹം വിഷണ്ണനായി. അങ്ങനെയിരിക്കെ ഒരു ദിവസം അപ്രതീക്ഷിതമായി ഒരു ഫോൺ കോൾ വാട്സനെ തേടിയെത്തി. മറുതലക്കൽ തന്റെ സുഹൃത്തിന്റെ ശബ്ദമാണെന്ന് വാട്സൺ അറിഞ്ഞു. അദ്ദേഹം ചാടി എഴുന്നേറ്റു. സാർ, അങ്ങ് ഇവിടെയാണ്. അങ്ങക്ക് എന്തു പറ്റി? മറുതലക്കൽ ഷെർലക് ഹോംസിന്റെ ക്ഷീണിത സ്വരം വാട്സൺ കേട്ടു. വാട്സൺ, ഞാൻ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നെ പേരറിയാത്തൊരു ജ്വരം പിടികൂടിയിരിക്കുന്നു. ഞാൻ വളരെ ക്ഷീണിതനാണ്. സാർ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. സത്യത്തിൽ എന്താണ് സംഭവിച്ചത്? അങ്ങ് എവിടെയാണ്? ഹോസ്പിറ്റലിലാണോ? ഷെർലക് ഹോം ക്ഷീണസ്വരത്തിൽ വീണ്ടും മറുപടി പറഞ്ഞു. വാട്സൺ, എനിക്ക് കൂടുതൽ സംസാരിക്കാൻ വയ്യ. പക്ഷെ ഒന്ന് പറയാം. എന്നാണോ എനിക്കൊരു ലെറ്റർ ബോക്സ് വന്നത് അന്നു മുതൽ ഞാനൊരു രോഗിയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീ എന്നെ വന്നൊന്ന് കാണണം. ബാക്കി കാണുമ്പോൾ പറയാം. വാട്സൺ ഷെർലക് ഹോമുള്ള സ്ഥലം മനസ്സിലാക്കുകയും അങ്ങോട്ടേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയും ചെയ്തു. പിന്നീട് നമ്മൾ കാണുന്നത് ഷെർലക് ഹോമിനെയാണ്. അദ്ദേഹം ക്ഷീണിതനായി കട്ടിലിൽ കിടക്കുന്നു. ശരീരം വല്ലാതെ മെലിഞ്ഞ് ഉണങ്ങിയിരിക്കുന്നു. അപ്പോഴാണ് വാട്സൺ അങ്ങോട്ടേക്ക് കയറി വന്നത്. വാട്സണ് തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇങ്ങനെ ഒരു കാഴ്ച അദ്ദേഹത്തെ സംബന്ധിച്ച് ആദ്യമായിരുന്നു. അയാൾ ഷെർലക് ഹോമിന്റെ കട്ടിലിനടുത്തേക്ക് വരികയും അദ്ദേഹത്തെ ആലിംഗനം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ ഷെർലക് ഹോം എതിർത്തുകൊണ്ടേയിരുന്നു. അദ്ദേഹം ഒരു സഹായമാണ് ആവശ്യപ്പെട്ടത്. വാട്സൺ, നീ എത്രയും പെട്ടെന്ന് പോലീസിനെ കൂട്ടി വരണം. ഉടനെ ആവട്ടെ. ബാക്കി കാര്യങ്ങളെല്ലാം നീ വഴിയെ അറിയും. നമുക്കിനി ഒട്ടും സമയമില്ല. അതിനാൽ പെട്ടെന്ന് തന്നെ വാട്സൺ ഒരു കൊടുങ്കാറ്റ് പോലെ പുറത്തേക്ക് പോയി പോലീസിനെ വിളിക്കാൻ. അപ്പോഴാണ് അതികായനായ ഒരു മനുഷ്യൻ ആ മുറിയിലേക്ക് കടന്നു വന്നത്. ഒരു ജെന്റിൽമാൻ. അദ്ദേഹം ഒരു ബ്രിഗേഡിയറിനെ പോലെ തോന്നിച്ചു. ചുറ്റിനും കണ്ണോടിച്ച് മറ്റാരുമില്ലെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം അയാൾ സംസാരിക്കാൻ തുടങ്ങി. ഹലോ മിസ്റ്റർ ഷെർലക് ഹോം, ഞാനാണ് നീ അന്വേഷിക്കുന്ന ബ്രിഗേഡിയർ. നീ വിചാരിച്ച പോലെ ഞാൻ തന്നെയാണ് ആ സൈനികന്റെ കൊലയ്ക്ക് പിന്നിൽ. അവന് ഞാൻ നിന്നെ പോലെ തന്നെ പലവട്ടം വാർണിംഗ് ചെയ്തു.
പക്ഷേ അവൻ എന്റെ ചില കള്ളത്തരങ്ങൾ കണ്ടെത്തി. പിന്നെ ഞാൻ എന്തു ചെയ്യും? ഇപ്പോൾ നീയും കേസിന് പിറകെ. അതിനാലാണ് നിനക്ക് ഞാൻ ആ ലെറ്റർ ബോക്സ് അയച്ചത്. യഥാർത്ഥത്തിൽ അതിനകത്തൊരു വൈറസ് ആയിരുന്നു. എന്നാണോ നിനക്കത് കിട്ടിയത് അന്നു മുതൽ നീയൊരു രോഗിയാണ്. ഇനി കുറച്ചു ദിവസമേ നീ അവശേഷിക്കൂ. അപ്പോൾ പുറത്തു നിന്നും മറ്റൊരു കൊടുങ്കാറ്റ് പോലെ അകത്തേക്ക് വാട്സണും പോലീസും കയറി വന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് ആലോചിക്കാൻ സമയം കിട്ടുന്നതിനു മുന്നേ വാട്സണും കോൺസ്റ്റബിളും ചേർന്ന് ബ്രിഗേഡിയറെ ബന്ദിയാക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഉടനെ ഷെർലോക്ക് ഹോംസ് ബെഡിൽ നിന്ന് ചാടി എഴുന്നേറ്റു. സത്യത്തിൽ അദ്ദേഹത്തിന് യാതൊരുവിധ അസുഖങ്ങളും ഉണ്ടായിരുന്നില്ല. വൈറസ് തന്നെ ബാധിച്ചു എന്ന് അഭിനയിക്കുകയായിരുന്നു. ആ ലെറ്റർ ബോക്സ് കയ്യിൽ കിട്ടിയപ്പോൾ അദ്ദേഹത്തിന് കാര്യം മനസ്സിലാവുകയും അദ്ദേഹം അത് തുറക്കാതെ സൂക്ഷിക്കുകയുമായിരുന്നു. അങ്ങനെ അതിവിദഗ്ധമായി ആ കേസും ഷെർലോക്ക് ഹോംസ് തെളിയിക്കുകയായിരുന്നു.